ശ്രീ മഹാദേവി ഭാഗവതത്തിലെ പാർവതീദേവിയുടെ കഥയാണ് പറയുന്നത്. എന്താണ്? അമൃതസമുദ്രത്തിൻ്റെ നടുവിലുള്ള മണിദ്വീപിൽ രത്നസിംഹാസനത്തിൽ വാണരുളുന്ന ആദിപരാശക്തിയായ ദേവി എന്താണ്? ലോകരക്ഷാർത്ഥം ഹിമഗിരിപുത്രിയായിട്ട് അവതരിക്കാൻ തയ്യാറാവുന്നതാണ്. എന്താ? അതിമനോഹരമായ ആകൃതിയോടുകൂടിയൊരു ശിശുവായിട്ട് ദേവി ഹിമവാൻ്റെ ഹേമപ്രഭാശോഭിതമായ മന്ദിരത്തിൽ പിറക്കുന്നതാണ്. പിറന്നുടനെ ആ കുട്ടി വളർന്നിട്ട്, ആ ചെറിയ പൈതൽ വളർന്നിട്ട് സർവ്വലോക സൗന്ദര്യ സാര സർവസ്വങ്ങളും ഒന്നിച്ചിണങ്ങിയ ഒരു വിശ്വമോഹിനിയായിട്ട് തീരുന്നതാണ്. ഹിമവാൻ പുത്രിയെ കണ്ടിട്ട് ആനന്ദവായ്പോടെ ആശ്ലേഷിച്ച് ചുംബിക്കും. അപ്പം നാരദമുനി അവിടെ എഴുന്നള്ളിയിട്ട് ഹിമവാനോട് എന്ത് പറയും? ഹേ ശൈലരാജേന്ദ്ര, ഈ കുമാരി സാക്ഷാ ജഗദീശ്വരിയുടെ അവതാരമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതാ. അപ്പം എന്താ? അങ്ങയുടെ തപസ്സിൻ്റെ ഫലമായി ദേവി നൽകിയ വരമനുസരിച്ചാണ് ഇപ്പോൾ പുത്രീഭാവത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ? ഗൗരി എന്നും പാർവതി എന്നുമുള്ള പേരുകളാൽ ഈ പെൺകുട്ടി കീർത്തിക്കപ്പെടും. പിന്നെന്താ? പരമശിവൻ ഇവളെ പാണിഗ്രഹണം ചെയ്യും. ദക്ഷപുത്രിയായിരുന്ന സതീദേവിയുടെ പുനർജന്മമാണിവൾ എന്ന് പറഞ്ഞിട്ട് എന്താണ്? നാരദൻ മറയും. അപ്പോൾ എന്താ? ഹിമവാനും പത്നിയായ മേനയും വളരെ സ്നേഹവാത്സല്യത്തോടെ മകളെ വളർത്തി പാർവതി എന്ന് നാമവും നൽകി. ഇപ്പം എന്താ? നവയൗവനയുക്തയായിട്ട് തീർന്നിരിക്കുന്ന ഗൗരീദേവി എന്താണ്? തൻ്റെ പ്രാണേശ്വരെ പരമശിവനല്ലാതെ മറ്റാരും അല്ലെന്നുള്ള ചിന്തയോടെ എന്താ? സർവസംഗപരിത്യാഗിയായി തപസ്സനുഷ്ഠിക്കുന്ന ശർവൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് എന്താവും? നിരാഹാരയായും നിർനിദ്രയായും തൊഴുകയോടെ ധ്യാനനിരതയായി തപസ് ആചരിച്ചുകൊണ്ട് എന്താണ്? നിശ്ചഞ്ചലയായിട്ട് നിൽക്കുന്നതാണ്. അതെന്താ? തൻ്റെ മുന്നിൽ നിൽക്കുന്ന സുന്ദരി നിന്ന് ആര് കാണൂല? മുക്കണ്ണൻ കാണുന്നില്ല. എന്താണ്? കണ്ണുകളിട്ട് തുറക്കുന്നുമില്ല. താരകാസുര നിഗ്രഹത്തിനുള്ള വീരകുമാരനെ പ്രസവിക്കാനുള്ള വീരപ്രസവായ പാർവതീദേവി എന്താണ്? ജഗന്മയനായ പരമശിവൻ്റെ തിരുസന്നിധിയിൽ അദ്ദേഹത്തിന് ദർശനം നൽകുവാനായിട്ട് കാത്തു നിൽക്കുന്നതാണ്. മഞ്ഞും മഴയും രാവും പകലും ഒന്നും പാർവതീദേവി വകവയ്ക്കില്ല. അങ്ങനെ ദേവിയുടെ തപസ് കണ്ടിട്ട് ദേവന്മാർക്കും വലിയ വിഷമാവും. അവരെന്താണ്? കാലാന്തകം കണ്ണുകൾ തുറന്നിട്ട് ദേവിയെ അനുഗ്രഹിച്ച് സ്വീകരിക്കാതെ ഒരു പുത്രനും ഉണ്ടാകില്ല. അതിനിപ്പോൾ എന്താ വേണ്ടത്? അപ്പം അങ്ങനെയൊക്കെ ദേവന്മാരാലോചിക്കും. അപ്പം എന്താ? കണ്ണ് തുറന്നാൽ എന്താ? സർവസംഗ പരിത്യാഗിയായിരിക്കുന്ന അദ്ദേഹത്തിന് പാർവതീദേവിയിലെ ഈ ഗിരിമകളിൽ ഭ്രമം തോന്നണമെന്നുമില്ല. അതിനെന്താ ഇപ്പോൾ ഒരു മാർഗം എന്ന് കുറേ ആലോചിച്ചപ്പോൾ അവർക്ക് തോന്നും കാമദേവൻ തന്നെ ശരണം. കാമദേവൻ സഹായിച്ചാലേ എന്തെങ്കിലും ഒരു വഴി തുറക്കുള്ളൂ. അതിനോരെല്ലാവരും കൂടി എന്താക്കും? കാമദേവനെ കണ്ടിട്ട് വിവരം ധരിപ്പിക്കാൻ പോകും. അപ്പം എന്താ? പുഷ്പബാണൻ എന്താ? ദേവേന്ദ്രൻ്റെ അപേക്ഷ പ്രകാരം പ്രവർത്തിക്കാൻ വൈമുഖ്യം പ്രകടിപ്പിക്കും. കാരണം എന്താ? മറ്റൊന്നല്ല, പണ്ട് ഇന്ദ്രൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ട് ഈ കന്ദർപ്പന് നാണക്കേടും മാനക്കേടും സംഭവിച്ചു പോരേണ്ടി വന്നു. ആ കഥ ഇപ്രകാരമാണ് കേട്ടോ. പണ്ട് ബ്രഹ്മദേവൻ്റെ മാനസപുത്രനായ ധർമ്മദേവന് ദക്ഷപുത്രിമാരിൽ 10 പേരെ വിവാഹം കഴിച്ചു കൊടുക്കും. അതിൽ മൂർത്തി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ മക്കളായിരിക്കും ആര്? പുത്രന്മാരാണെന്ത്? സുകീർത്തിതരായ നരനാരായണന്മാർ. അവർ ബാല്യകാലം മുതൽക്ക് ചെറുപ്പം തൊട്ട് തന്നെ വലിയ താപസരായിരിക്കും. പിന്നെയും അവർ 1000 വർഷം എന്താണ്? ബദരിയാശ്രമത്തിൽ പോയി ഉഗ്രമായ തപസ് അനുഷ്ഠിക്കും. ആ കാലത്ത് എന്താ? ജംബാന്തകൻ ഒരു ഭയം ഉണ്ടാവുന്നത് തൻ്റെ ഇന്ദ്രപദവീനെ മോഹിച്ചിട്ടാണോ ഇനിയിപ്പോൾ അവർ വലിയ ഉഗ്രമായിട്ടുള്ള തപസ്സൊക്കെ അനുഷ്ഠിക്കുന്നത് എന്ന് വിചാരിക്കും. എന്തായാലും അവരുടെ തപസ്സിന് വിഘ്നം വരുത്തിയിട്ടില്ലെങ്കിൽ തൻ്റെ ഇന്ദ്രപട്ടം തെറിച്ചു പോകുമെന്ന് ആര് വിചാരിച്ചു? ദേവേന്ദ്രൻ വിചാരിക്കും. ഇതിനെന്താ ഇപ്പോൾ ഒരു മാർഗം? പല വഴികളും ആലോചിക്കും. അവസാനം തോന്നുന്നു എന്ത്? കാമദേവനെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞാലിപ്പോൾ സംഗതി നടക്കുള്ളൂ എന്ന് മനസ്സിലാവും. അപ്പം എന്താണ്? എന്നിട്ട് കാമദേവൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നത്, അല്ലയോ നല്ലവനായ മന്മഥ, അങ്ങ് എനിക്കൊരു ഉപകാരം ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. ധർമ്മദേവൻ്റെ നന്ദനന്മാരായ നരനാരായണന്മാർ ഇന്ദ്രപദവിക്ക് വേണ്ടിയിട്ട് എവിടെ പോയിട്ട് ഉഗ്രമായ തപസ്സനുഷ്ഠിക്കുകയാണ്? ബദരി. അങ്ങ് ഏത് വിധമെങ്കിലും എന്താ അങ്ങയുടെ പൂബാണങ്ങൾ വർഷിച്ച് അവരെ സ്ത്രീജിതരാക്കി തപസ്സിന് വിഘ്നം വരുത്തി തരണം. ഇല്ലെങ്കിൽ എന്താ? നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട ഈ നാഗലോകത്തിന് വലിയ നാശം സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കും.
എന്താ മഹർഷികൾ മഹോന്നതമായ ദേവലോകം ഭരിക്കാൻ തുടങ്ങിയ പിന്നത്തെ സ്ഥിതി എന്താണ് ഉണ്ടാവുക? അടുത്ത ദിവസം തന്നെ അസുരപ്പട വന്ന് ഇതാക്രമിച്ച് തകർത്ത് തവിട് പൊടിയാക്കും. അപ്പോൾ എന്താണ് മന്മഥൻ എന്ത് പറയും? കാമദേവൻ പറയും, അങ്ങയുടെ ആഗ്രഹം നിറവേറ്റിത്തരാൻ ഞാൻ ശ്രമിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, എൻ്റെ കൂടെ കുറേ അപ്സര സുന്ദരികളെ കൂടെ അയച്ചു തരണം, ഞാൻ പോയി പരീക്ഷിച്ച് നോക്കാം. കാരണം എന്താ, ആ മുനികൾ ജിതേന്ദ്രിയന്മാരായതുകൊണ്ട് എനിക്ക് ധൈര്യം പറയാൻ നിവൃത്തിയില്ല, ഞാൻ തീർത്തും ചെയ്തു തരുന്നു പറയാൻ എനിക്ക് നിവൃത്തിയില്ല. അപ്പം ഇന്ദ്രൻ എന്താക്കും, കാമദേവനെ എന്താണ് അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും, ഓ കാമദേവൻ്റെ മുന്നിൽ കീഴടങ്ങാത്ത മുനികളുണ്ടോ? അനസൂയ, അരുന്ധതി തുടങ്ങിയ അങ്കനാമണികളിൽ ബ്രഹ്മർഷികൾക്ക് ഭ്രമം തോന്നിയത് അങ്ങയുടെ അനുഗ്രഹവും എടുക്കും കൊണ്ടല്ലേ? അങ്ങ് ധൈര്യമായിട്ടൊന്ന് പോയിട്ട് കാര്യങ്ങൾ ചെയ്തു വരീന്നറിയും. അങ്ങനെ ഉണ്ടാക്കൂ, കാമദേവനും കാമാങ്കികളും കാമോദീപകങ്ങളായ വസന്തമാരുതാദികളും എന്താണ് ബദരാശ്രമത്തിൽ എത്തുന്നതാണ്. അപ്പം എന്താണ്, പെട്ടെന്ന് അവിടെ പ്രകൃതിയൊക്കെ മാറും, വസന്തം എങ്ങും പരക്കും, വൃക്ഷലതാദികൾ പൂത്ത് പരിമളം വീശും. എന്താണ്, പൂക്കളെല്ലാടെയും വിരിഞ്ഞ് നിൽക്കും. പിന്നെന്താ, സുരഭിയായ മന്ദാനിലെ പാറി കളിക്കും. എന്താണ്, ഈ പൂക്കളെ സുഗന്ധവും വീശിയിട്ട് എല്ലാടെയും മന്ദാനിലെ എത്തും. അപ്പോൾ എന്താ, മയിലുകൾ പീലി വിടർത്തിയാടും, കുയിലുകളാണോ പഞ്ചമം പാടും. പിന്നെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടുകൾ എന്താണ് കൂട്ടം കൂട്ടമായിട്ടെത്തും. അപ്പം എന്താ, ധ്യാനനിരതരായിരിക്കുന്ന യുവതാപസന്മാരുടെ മുന്നിൽ എന്താണ് ഈ പെൺകുട്ടികൾ എന്താണ് അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്യാൻ തുടങ്ങും. എന്താണ്, കാൽച്ചിലമ്പും കൈവളകളൊക്കെ കിലുക്കിയിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ അകാല വസന്തവും മാദകമായ പ്രകൃതി വ്യത്യാസവും ഒക്കെ കൂടി കണ്ടപ്പോൾ നാരായണ മഹർഷി നരനോട് മന്ദമായിട്ട് എന്ത് പറയും, മെല്ലെ പറയുന്നത്, സഹോദര, കാലത്തിൻ്റെ വികൃത താണ്ഡവങ്ങളെ നീ കാണുന്നില്ലേ? നമ്മുടെ തപസ് മുടക്കുക ഏതോ കുബുദ്ധികളുടെ പ്രേരണയാൽ നടക്കുന്ന മായാവിലാസങ്ങളാണ് ഇവയെല്ലാം എന്ന് പറഞ്ഞു കൊടുക്കും. ആ കുബുദ്ധികളുടെ തലവൻ അസൂയാലുവായ വാസവനല്ലാതെ മറ്റാരുമല്ലോ. അവർക്ക് വേഗം മനസ്സിലാവും ഇത് ദേവേന്ദ്രൻ്റെ പണിയാണെന്ന്. അപ്പോഴത്തേക്ക് എന്താണ്, മേനക, രംഭ, തിലോത്തമ എന്ന് പറഞ്ഞിട്ട് കുറേ അപ്സര സ്ത്രീകളും മുനികളെ മുന്നിൽ പ്രവേശിച്ചിട്ട് നൃത്തം തുടങ്ങി കഴിയും. അപ്പം എന്താ അവർക്ക് തോന്നുന്നത്, ഇവരെ നിസ്സാരമാക്കി കാണാൻ വേണ്ടിയിട്ട് അല്ലാതെ അവരെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നാരായണ മഹർഷി എന്താക്കും, തൻ്റെ ഇടത്തെ തൊടയിൽ അമർത്തി ഒന്ന് തടവും. അപ്പം എന്താ, അദ്ദേഹത്തിൻ്റെ ദിവ്യശക്തിയാൽ ആ തൊടയിൽ നിന്ന് എന്താ ലോകോത്തര മഹാസുന്ദരിയായ ഒരു നാരീരത്നം ഉത്ഭവിക്കും. അപ്പോൾ ആ എന്താണ് പെൺകുട്ടീനെ കണ്ടപ്പോൾ ഇവർക്കൊക്കെ തോന്നുന്നത്, ഞങ്ങൾ അവളെ ദാസിയാകാൻ പോലും യോഗ്യതയില്ലാന്ന് തിലോത്തമമാർക്കൊക്കെ തോന്നും. അങ്ങനെ ഊരുവിൽ നിന്ന് ഉത്ഭവിച്ച ആ ഉത്തമ സ്ത്രീരത്നത്തിന് അവരെന്ത് പേരിടും, ആ പെൺകുട്ടിക്ക് എന്ത് പേരിടും, ഉർവശി എന്ന് നാരായണ മുനി നാമകരണം ചെയ്തു. അങ്ങനെ എല്ലാ അപ്സര സ്ത്രീകളും നരനാരായണ മഹർഷിയുടെ കാലിൽ വീണിട്ട് മാപ്പ് പറയും. അപ്പോഴത്തേക്ക് മന്മഥ ആകെ മാനക്കേടും നാണക്കേടും ഒക്കെ പിണഞ്ഞിട്ട് മുനികളെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കും. എന്നിട്ട് അപ്പം നരനാരായണന്മാരെന്ത് പറയും, ഹേ മന്മഥ, എല്ലായിടത്തും ആരുടെ മുമ്പിലും ജയിക്കുമെന്നുള്ള അങ്ങയുടെ അഹങ്കാരം നല്ലതല്ല, ഞങ്ങൾ ശപിക്കുന്നില്ല, പോയിക്കോളൂ അറിയാം. അപ്പോൾ അത് കേട്ടപ്പം തന്നെ എന്താണ്, കാമദേവൻ ആകെ ലജ്ജിച്ച് വശം കെട്ട് ആരും കാണാതെ അവിടെ നിന്ന് പോകും. അല്പം കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രനും വരും. ദേവേന്ദ്രൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ് നമസ്കാരം ചെയ്യും. അപ്പോൾ നാരായണ മുനി പറയും, എന്താണ്, നാഗാധിപ, അങ്ങ് ഭയപ്പെടേണ്ട കേട്ടോ, സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അംശം കൊണ്ട് ധർമ്മദേവൻ്റെ പുത്രന്മാരായി ജനിച്ചവരാണ് ഞങ്ങൾ. അങ്ങയുടെ ഇന്ദ്രപ്പെട്ട ഞങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഉണങ്ങിയ ചെറു പുൽക്കൊടിയേക്കാൾ നിസ്സാരമാണ്, അങ്ങ് ഭയപ്പെടേണ്ട, പൊയ്ക്കോളൂ എന്ന് പറയും. അങ്ങനെ നരനാരായണന്മാരെന്താണ് ദേവേന്ദ്രനെയും ദേവമാനിനികളെയും അനുഗ്രഹിച്ച് യാത്രയാക്കും. കൂടെ ഉർവശിയെയും ദേവലോകത്തേക്ക് അയക്കും. അമരസുന്ദരികളിൽ പ്രഥമ സ്ഥാനവും പിന്നെന്താണ് ഉർവശിക്ക് നൽകപ്പെട്ടു. ഇതുകൊണ്ടാണ് മാര മടി കാണിച്ചത്. അപ്പം എന്താ,
അവസാനം യാതൊരു നിക്കക്കള്ളിയില്ല ഇവർ, എന്ത് പറഞ്ഞിട്ടും കാമദേവൻ സമ്മതിക്കില്ല. അപ്പം എന്താണ്, ബ്രഹ്മാവിൻ്റെ അടുത്ത് ഈ ദേവന്മാരൊക്കെ കൂടി ചെന്നിട്ട് സങ്കടം പറയും. അപ്പോൾ ബ്രഹ്മാവ് പിന്നെ കാമദേവനെ വിളിപ്പിക്കും. എന്നിട്ട് കാമനോട് കാര്യങ്ങൾ പറയും, ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ, അതുകൊണ്ട് നിൻ്റെ സഹായം കൂടിയേ തീരൂ എന്ന് പറയും. അപ്പം എന്താ പറയുക, നിനക്കറിയില്ലേ ഇപ്പം ആരാണ് എന്താണ് ദേവലോകാധിപനായിട്ട് വാഴുന്നത്, സുധർമ്മയിൽ കയറി ഞെളിഞ്ഞിരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയോ? ശൂരവീര പരാക്രമിയും ത്രിലോകജേതാവുമായ താരകാസുരനാണ്. കൂടെ അവൻ്റെ ഒപ്പരാരുണ്ട്, അവൻ്റെ അനുജനായ ശൂരപത്മാസുരനും ഉണ്ട്. ശിവാത്മജനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ട് ആ താരകനെ നിഗ്രഹിക്കാനും കഴിവില്ല. എന്താ പറയുക, എൻ്റെ ശതഗതി കൊണ്ട് മറ്റു കാര്യമൊന്നും ആലോചിക്കാതെ ഞാൻ അങ്ങനെ ഒരു വരവും കൊടുത്തുപോയി. അതിൽ നാഗലോകത്തിന് ദേവലോകത്തിന് വലിയ നാശകരവുമായി എന്ന് പറഞ്ഞു കൊടുക്കും. താരകൻ വധിക്കപ്പെടണമെങ്കിൽ പരമശിവന് ഒരു തനയനുണ്ടാകണം. അദ്ദേഹമാണെങ്കിൽ ഇപ്പോഴും ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചു കൊണ്ട് തന്നെ കഴിയാണ്. കാരണം അത്ര പരാക്രമികളായിരിക്കും താരകാസുരനും ശൂരപത്മാസുരനും. രണ്ടും കൂടി കൂടിയാൽ പിന്നെ ദേവലോകമല്ല എല്ലാ ലോകവും അവർ പിന്നെ നശിപ്പിച്ച ആളായിരുന്നു. അത്രയും ദുരാത്മികളായിരുന്നു. അങ്ങനത്തെ രണ്ട് അസുരന്മാരായിരുന്നു അവർ. അങ്ങനെ സതിയുടെ പുനർജന്മമായി പരാശക്തിയായ ദേവി ഹിമവേൽപുത്രിയായി ജപിച്ച് ഭഗവാൻ മഹാദേവൻ തൻ്റെ ഭർത്താവാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് സദാ അദ്ദേഹത്തിന് മുൻപിൽ കാത്തു നിൽക്കുകയാണ്. കാത്തു നിന്ന് തപം ചെയ്യാണ്. മുക്കണ്ണനാണെങ്കിൽ മിഴി തുറക്കുന്നുമില്ല. നീ വിചാരിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം കണ്ണ് തുറക്കും. അപ്പോൾ പാർവതീദേവിയെ കാണും, ഈ അദ്രികന്യകയെ കാണും. അവളിൽ അനുരക്തനാകുകയും അവളെ ധർമ്മപത്നിയായി സ്വീകരിക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായി ദേവിയിൽ ഭഗവാനൊരു പുത്രനുണ്ടാകും. അവൻ താരകാസുര പ്രഭൃതികളെ നിശേഷം നിഗ്രഹിച്ച് ദേവലോകം സംരക്ഷിക്കുമെന്ന് പറഞ്ഞു കൊടുക്കും. ദേവകാര്യർത്ഥ നീ ഇപ്പോൾ അതിനൊരു സഹായമായി തീരണമെന്ന് പറയും. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞാലൊന്നും ചെയ്യാൻ പറ്റൂലല്ലേ. അപ്പം കാമദേവൻ എന്താക്കൂ, അഞ്ജലി കൂപ്പി ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ മുൻപിൽ അഞ്ജലി കൂപ്പി ധ്യാനിച്ചുകൊണ്ട് നിൽക്കുന്ന അജലകന്യകയെയും ഭഗവാനെയും കാമദേവൻ വീക്ഷിക്കും. പിന്നെ പാവം തൻ്റെ ആപത്തിനെ കുറിച്ചൊന്നും സംശയിക്കില്ല. അരവിന്ദബാണൻ എന്താക്കൂ, ഏറ്റവും മൃദുലകമളങ്ങളായ കുസുമശരങ്ങളെ നീലക്കരിമ്പ് ചാപത്തിൽ തൊടുത്തിട്ട് ഭഗവാന്റെ മെഴികളിലേക്ക് തെരുതരേ പൊഴിക്കും. അപ്പം പെട്ടെന്ന് അതിരറ്റ വശീകരണ ശക്തിയാൽ ഭഗവാൻ കണ്ണ് തുറന്നു നോക്കും. ധ്യാന നിവൃത്തനായി തൻ്റെ തൃക്കണ്ണുകൾ തുറന്നു നോക്കും. അപ്പം മുമ്പിലാരാ നിൽക്കുന്നത്? ഭുവനീക മോഹിനിയായ ഒരു തരുണി തല്ലജ കൂപ്പ് കൈയോടെ നിൽക്കുന്ന. സമീപത്ത് തന്നെ നീലക്കരിമ്പ് വില്ലും കൊലച്ച് പുഷ്പങ്ങൾ നിറഞ്ഞ ആവനാഴിയും ധരിച്ച് ഒരു യുവകോമളെ അലസമട്ടിൽ നിലകൊള്ളുന്നതും കണ്ടിട്ട് ഭഗവാൻ കോപാത്ഭുത വിവശനാവുന്ന. അപ്പം ശൃംഗാര സമരോദ്യുക്തനായി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സുന്ദരഗാത്ര ആരാണെന്ന് പെട്ടെന്ന് തന്നെ ഭഗവാന് മനസ്സിലാവും. സോമസുന്ദരമൂർത്തിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പെട്ടെന്നുണ്ടായിട്ടുള്ള അനിയന്ത്രിത കോപാവേശത്താൽ 3 ലോകങ്ങളെ നിമിഷം കൊണ്ട് ചുട്ടരിക്കാൻ ശക്തിയുള്ള മുക്കണ്ണൻ്റെ 3-ാം കണ്ണ് തുറന്ന് മാരനെ പാവം രോഷാഗ്നിയിൽ ചുട്ടുകരിച്ച് ചാമ്പലാക്കി കളയും ഭഗവാൻ. പാവല്ലേ, നല്ലൊരു കാര്യത്തിന് വന്നതായിരുന്നു. ലോകരക്ഷാർത്ഥം നല്ലൊരു കാര്യത്തിന് വരുന്നതാ. പക്ഷേ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഭഗവാൻ കാമദേവനെ ചുട്ടരിച്ച് ചാമ്പലാക്കി കളയുന്ന. അപ്പം തന്നെ സഹായിക്കാൻ വന്ന കന്ദർപ്പനെ ദഹിപ്പിച്ച് തന്നെ ഒന്ന് ദർശിക്കുക പോലും ചെയ്യാതെ അപമാനിച്ചത് മൂലം ഉണ്ടായ സങ്കടത്തോടെ ശൈലനന്ദിനി എന്താക്കും, സർവസന്നിധാനം വെടിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോയിക്കാളും. പിതൃമന്ദിരത്തിലെത്തി സദാ ഭഗവാൻ എന്നെ ധ്യാനിച്ചുകൊണ്ട് ഒരു തപസ്വിനെ പോലെ അവിടെ കഴിഞ്ഞുകൂടുന്നതാണ്. ഇതാണ് കഥ. ഇനി അടുത്തത് പാർവതി പരിണയാണ് കേട്ടോ. അതും കൂടി പറയുമ്പോൾ ഒരുപാട് സമയമാവും, അതുകൊണ്ടാണ് പറയാത്തത്. എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറയുന്നത് ഇഷ്ടമായാലും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.